നമസ്കാരം. കരിമണൽ കമ്പനിയായ CMRL നിന്നും എക്സാലോജി കമ്പനി കോടികൾ മാസപ്പടിയായി കൈപ്പറ്റിയ കേസിൽ ഇതാ കേരളം കണ്ട ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് സംഭവിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ നേർക്കാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ കണ്ണുകൾ നീളുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി എന്ന തന്റെ പരമാധികാര സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് CMRL കമ്പനിക്ക് വഴിവിട്ട രീതിയിൽ സർക്കാർ തലത്തിൽ സഹായങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നതിലേക്കാണ് ഇപ്പോൾ ED ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇതിനെല്ലാം സ്വാധീകരിക്കുന്ന ചില ഞെട്ടിക്കുന്ന കാലഘടനകളാണ് ഇപ്പോൾ അന്വേഷണ സംഘം പുറത്തുവിടുന്നത്. പിണറായി വിജയൻ ആദ്യ തവണ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതിന് തൊട്ടു മുൻപാണ് അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയന് CMRLന്റെ അനുബന്ധ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായി ലഭിക്കുന്നത്. മുഖ്യമന്ത്രി കസേരയിലേക്ക് പിണറായി ഇരുന്നതിന് തൊട്ടു പിന്നാലെ എക്സാലോജി കമ്പനിക്ക് CMRLുമായി പുതിയ കരാറുകളും കോടികളുടെ പണമിടപാടുകളും ലഭിക്കുകയും ചെയ്തു. മകൾക്ക് ലഭിച്ച ഈ സാമ്പത്തിക നേട്ടങ്ങൾക്ക് പകരമായിട്ടാണോ കരിമണൽ കമ്പനിക്ക് സർക്കാർ ഫയലുകൾ വേഗത്തിൽ ഒപ്പിട്ട് നൽകിയതെന്നാണ് ED ഇപ്പോൾ പ്രധാനമായും പരിശോധിക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായി നിർണായക തെളിവുകൾ ശേഖരിക്കുന്ന ED തൊട്ടു പിന്നാലെ പിണറായി വിജയനെ ചോദ്യം ചെയ്യാനായി കൊച്ചിയിലെ ഓഫീസിലേക്ക് വിളിപ്പിക്കാനുള്ള അടിയന്തര നീക്കത്തിലാണ്. വീണ വിജയനെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ചതിന് പിന്നാലെ കൂടുതൽ വ്യക്തികൾക്ക് സമൻസ് അയക്കാനുള്ള നടപടികൾ ED ആരംഭിച്ചു കഴിഞ്ഞു. പിണറായി വിജയൻ ഇത്രയും കാലം മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുവേദികളിലും വന്ന് തന്റെ കൈകൾ ശുദ്ധമാണ്, ആര് വിചാരിച്ചാലും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ അണികളെ വിശ്വസിപ്പിക്കാൻ പറഞ്ഞു വിട്ടിരുന്ന ആ പഴയ ഇരട്ടച്ചങ്കൻ വാചകമടികളൊന്നും ED ഓഫീസിലെ ക്യാമറകൾക്ക് മുന്നിൽ ചിലവാകാൻ പോകുന്നില്ല. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൃത്യമായ ഡിജിറ്റൽ തെളിവുകളും അക്കൗണ്ട് വിവരങ്ങളും മുന്നിൽ നിരത്തി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായി മറുപടി നൽകാൻ പിണറായി വിജയൻ കഷ്ടപ്പെടുമെന്ന് ഉറപ്പാണ്. മകളുടെ അക്കൗണ്ടിലേക്ക് വന്ന ഓരോ രൂപയ്ക്കും അതിന് പകരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി CMRLന് നൽകിയ ഓരോ വഴിവിട്ട സഹായങ്ങൾക്കും കൃത്യമായ മറുപടി നൽകേണ്ടി വരുന്നതോടെ പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ ഇനി അങ്ങോട്ട് പൂർണ്ണമായും തകർന്നടിയുന്ന ലക്ഷണമാണ് കാണുന്നത്. ഇവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികൾ കണ്ണു തുറന്നു കാണേണ്ട വലിയൊരു യാഥാർത്ഥ്യമുള്ളത്. മുൻപ് വീണ വിജയനെതിരെ ED റെയ്ഡ് നടത്താൻ എത്തിയപ്പോൾ മുതിർന്ന സഖാക്കളുടെ ആഹ്വാനം കേട്ട് തെരുവിൽ അക്രമം അഴിച്ചുവിടാനും പോലീസിനെയും ഉദ്യോഗസ്ഥരെയും തല്ലാനും ഓടിയെത്തിയത് അണികളായിരുന്നു. എന്നാൽ നിയമം അതിന്റെ ശക്തമായ വഴിക്ക് നീങ്ങിയപ്പോൾ അന്ന് അക്രമം കാണിച്ച സകല ചെറുപ്പക്കാരും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ടിപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുകയാണ്. അവരുടെ കുടുംബങ്ങൾ കണ്ണീരൊഴുകുമ്പോൾ അവരെ തിരിഞ്ഞു നോക്കാൻ പോലും ഈ നേതാക്കൾ ആരും വന്നിട്ടില്ല. സ്വന്തം മകളുടെ അഴിമതി പണം സംരക്ഷിക്കാൻ വേണ്ടി അണികളെ തെരുവിൽ തള്ളി ജയിലിലാക്കിയ ഈ നേതാക്കളുടെ യഥാർത്ഥ മുഖം സ്വന്തം അണികൾക്ക് തന്നെ ഇപ്പോൾ വലിയൊരു പാഠമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനി പിണറായി വിജയനെ ചോദ്യം ചെയ്യാനായി ED സമൻസ് അയച്ചാൽ കേരളത്തിലെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് നേതാവോ അണികളോ തെരുവിൽ അക്രമം അഴിച്ചുവിടാൻ ധൈര്യപ്പെടില്ല. കാരണം നേതാക്കൾ എയർ കണ്ടീഷൻ മുറിയിൽ ഇരുന്ന് ഭരിക്കുമ്പോൾ തങ്ങൾ ജാമ്യം കിട്ടാതെ അകത്ത് കിടക്കേണ്ടി വരുമെന്ന കൃത്യമായ ബോധ്യം അണികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ അധികാരത്തിന്റെ ഹുങ്കിൽ മകളെ മുന്നിൽ നിർത്തി കോടികളുടെ മാസപ്പടി വാങ്ങിക്കൂട്ടിയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയ അന്ത്യത്തിനാണ് EDയുടെ പുതിയ നീക്കങ്ങളിലൂടെ വഴി തുറക്കുന്നത്. അഴിമതിക്കാരെയും പൊതുമുതൽ കൊള്ളയടിച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിൽ കേന്ദ്ര ഏജൻസികൾ കാട്ടുന്ന ഈ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ സ്വാഗതാർഹമാണ്.